പിന്നെ മഞ്ഞ നിൽക്കും കുഞ്ഞുമ്മ, മഞ്ഞ് മഞ്ഞില്ലോ. ആ മേടിക്കാടാ, ഞാൻ മേടിക്കുന്നേ. വെള്ളമൊന്നുമില്ലല്ലോ. ഞങ്ങളൊരു അടിപൊളി സ്ഥലത്തേക്ക് വന്നു. നിയമിക്കാനും തണുപ്പ്. എന്റെ പൊന്നുണ്ടായി, ഞാൻ അവിടെ വിറയ്ക്കാവ കുഞ്ഞുമ്പോഴെ തണുക്കുന്നിട്ട് അതിശയം തോന്നുന്നു. അവിടെ പാറയുണ്ട്, അവിടെ ഞാൻ പറഞ്ഞാ കൂടി പോകും. ഞാൻ പറഞ്ഞില്ല ഇവിടെ സെറ്റപ്പൊന്ന്. അവിടെ കാടാന്ന് എനിക്ക് തോന്നേ. നീ ഇവിടെ പാലം പണിയുണ്ടല്ലോ. ഞാൻ കഴിച്ചില്ല അപ്പം, ഒരപ്പ പറ്റുള്ളൂ. അയ്യോ എന്ത് രസാലേ. ആന ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? നമുക്ക് ഒരു ഇതൊന്ന് നായറ, നാളെ തിങ്കള്, 2 ദിവസം തന്നെ ഉള്ളോ? ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ബീഗിളിനെ എടുക്കാൻ വന്നേക്കുകയാണ്. നമ്മളിപ്പോ രാജകുമാരി കഴിഞ്ഞ് ശാന്തമ്പാറയ്ക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ബീഗിളിനെ എടുത്തിട്ട് കാണിക്കാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ബീഗിളിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. നമ്മൾ വീടെത്താറായി. നമ്മൾ ബീഗിളിനെ കാണാൻ പോവാണ് കേട്ടോ. ഏലക്കാടാണ് ഗൈസ് മൊത്തം. ഏലക്കാടാണ് ഗൈസ്. ചേച്ചി ചേട്ടാ എന്തി? എന്നാ വെച്ചാ അതിനെ പട്ടിപ്പൊട്ടിട്ട അതെ. ആ കൂട്ടത്തിൽ കിടന്നുണ്ട്. ഡാബി എത്ര മാസമായി പറഞ്ഞു? എന്തോ എത്ര മാസമായി പറഞ്ഞു? ഇത്രയും നേരത്തിൽ അവനോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. വിജിയോട് അവനോട് ചോദിച്ചാൽ ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ. അല്ല, ഞാൻ ചെല്ലുമ്പോ നിർത്തണ്ട, വണ്ടി കണ്ടായിരുന്നു. അയ്യോ, ഞാൻ കുഞ്ഞുകൂട് മേടിക്കാറുണ്ട് അല്ലേ? മുള്ളോ ചേച്ചി? മുള്ളോ?
നല്ല ഇഷ്ടപ്പെട്ടാ ചെള്ളില്ലല്ലോ അല്ലേ? വീടുമായിട്ട് ശല്യമില്ല. ചെള്ളുണ്ടോ? അതുണ്ടെങ്കിൽ നമുക്ക് മറ്റേ അതിനൊരു മരുന്നുണ്ട്. മരുന്നുണ്ട്, അത് മേടിച്ചിട്ട് തറവിട്ട്. പ്രായം കുറവായിരിക്കും. അവര് ചോദിച്ചായിരുന്നു, ഞങ്ങള് മേടിച്ച എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. ചേട്ടനെ വിളിച്ചാൽ മതി. എന്തെങ്കിലും മരുന്നോ എന്ത് കാര്യമാണെങ്കിൽ അവൻ്റെ നമ്പർ ഒന്ന് വിളിച്ച് വിളിച്ചാൽ മതി. എല്ലാവരും അവനെ വിളിക്കണം. ചിലപ്പോൾ പോകാം. മറ്റേ ചെപ്പോൾ തന്നെ പാടാണ്. നമുക്കതുണ്ടെങ്കിൽ അവിടെ അത് വീട്ടിടാ. ആ അത് ടൈറ്റ് അപ്പൊ ലൂസ് ആയിരിക്കൂലോ. ടൈറ്റ് ആക്കണ്ടേ? ടൈറ്റ് ആക്കണം. അതെ, എവിടെയാ ടൈറ്റ്? ബെൽറ്റ് നേരെ കൈ വെച്ചേക്കുവാ. ചെവി അപ്പുറത്തേക്ക് അവിടെ നിറഞ്ഞില്ലെന്ന് തോന്നുന്നല്ലേ? ഇത് എങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് നീ മൊബൈൽ വീഡിയോ പിടിച്ച് കൈ മറച്ചു പിടിക്കല്ലേ. അല്ല, 2 മണിക്കൂർ വരെ ഓടാം ഈ മോട്ടർ. 2 മണിക്കൂർ വരെ. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ വിട്ടിട്ട് പിന്നെ വീണ്ടും ഓടിക്കാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, അത് വന്നിട്ട് ഒരു 1/2 മണിക്കൂർ നിർത്തിയിട്ടേ പിന്നെ ഒന്നും കൂടി ഓൺ ചെയ്യും. അപ്പം പിന്നെ ഇങ്ങോട്ട് നിറഞ്ഞത് കുഴപ്പമില്ല. ഒത്തിരി മുറുക്കത് കേട്ടോ. ചൂടാണോ? അല്ല പിടിച്ചിരിക്കുക. ഇച്ചിരൂടെ ലൂട്ടായിട്ട്. ഇതെങ്ങനെയാന്നേ, ഇത് ഭയങ്കര പെറ്റാ. സ്നേഹത്തോടെ ഇരിക്കുന്നു അല്ലേ? വീട്ടിലെ 2 കുഞ്ഞു പിള്ളേരുണ്ട്. ഭയങ്കര ദേഷ്യമാണ്. വീട്ടിലെ 2 കുഞ്ഞു പിള്ളേരുണ്ട്. അവർക്ക് വേണ്ടി മേടിക്കണേ. ഒരു കുഴപ്പമില്ല. ഈ ആ പറ്റിയില്ലേ, അത്ര പുറക്കുകയാണെങ്കിൽ ആൾക്കാർ പുറത്തുനിന്ന് വിടുകയില്ല. എന്നാൽ നമ്മുടെ പിള്ളേർ കുഞ്ഞു പിള്ളേർ 2 പേരുണ്ട്. അതിൻ്റെ അടുത്ത് പോയി കൈ കൊടുക്കാൻ പറയും. എല്ലാം കുഴപ്പമില്ല. അന്നേരം അത് വീട്ടിലുള്ളവരായിട്ട് ഇണങ്ങിയാൽ നിൽക്കും. പക്ഷെ നമ്മളെ പോലെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവന് പേടിയായതുകൊണ്ട് അതിന്റെ അടുത്ത് പോകില്ല. ഇത് കുറച്ചൊക്കെ ഗാർഡ് ചെയ്യുന്നു അല്ലേ? അതെ അതെ, കുറച്ച് ഇതിനെ പറ്റി ഒരു പറ്റി മതി നമ്മുടെ വീട്ടിലുള്ള. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അവന് ചോദിച്ചാൽ മതി. ടോണിക്കോ അങ്ങനെയൊക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ മേടിച്ചു. അതെ, അത് മാത്രം കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. കേറിക്കോ. അത് പൂച്ചപ്പട്ടി. ഇതിന് അവനോട് ചോദിച്ചാൽ മതി. ഇവിടെ ചിക്കൻ ഒന്നും പാടില്ല. ഇപ്പൊ പാടില്ല. മുട്ട കൊടുക്കാൻ ചോദിച്ചാൽ മതി. നമുക്ക് പോകുമ്പോ കാണാം. പാം, കേറിക്കോ. 2 പേരും കേറ. കേറിട്ടെ ആയി. ചേട്ടായി ഇറങ്ങേണ്ടിയും വരും. അത് നിക്ക്. പിടിച്ചേ. നമ്മുടെ ഡാമി നമ്മുടെ ഒപ്പം ഉണ്ട്. ഡാമി പേരൊക്കെ ഓൾറെഡി ഇട്ട് വെച്ചാണ്. അതെ, ഡാബി. ഞാൻ ഒത്തിരി നോക്കി കണ്ടുപിടിച്ച പേരാണ് ഡാബിന്ന്. അപ്പൊ ഡാബിന്നാണ് വിളിക്കുന്നത്. ഡാഡി നമ്മുടെ കൂടെ ഉണ്ട്. കാണാം. ദിസ് ഈസ് അവർ ഡാബി. നോക്കിയതേ ക്യാമറയിലാക്കി. ഡാബി ഇച്ചിരി വഴക്കിലാണ്. ഡാബി വേറൊരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണേയാണല്ലോ. അതുകൊണ്ട് ഡാബി ചെറിയൊരു സങ്കടത്തിലാണ് കേട്ടോ. ഡാബിക്കുള്ള ഫുഡ്, അതിനുള്ള പാത്രം, പിന്നെ അവൻ്റെ ബെൽറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിരുന്നുണ്ടോ. ഞങ്ങളത് കഴിഞ്ഞിട്ടാണ് ഡാബിനെ എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ നമ്മൾ കിട്ടി വേണം. എൻ്റെ ബെൽറ്റൊക്കെ ഇട്ടു. അവന് കഴുത്തിൽ നമ്മൾ ബെൽറ്റ് ഇട്ടു. വലിയ ബെൽറ്റ് ഇട്ടു. ഡാബിക്ക് എല്ലാം ഇട്ട് കൊടുക്കാനാണ് കൊണ്ടുവന്നത്. ഡാബിക്ക് കൊടുക്കാനുള്ള വൈറ്റമിൻസ്, കാൽസ്യം, എല്ലാ സാധനങ്ങളും മേടിച്ചു. ടോണിക്കാണ് ഡാബിക്ക് കൊടുക്കുന്നത്. അപ്പം നല്ല കോസ്റ്റ്ലി
കോസ്റ്റ്ലിയാണ്, മരുന്നുകളെല്ലാം കോസ്റ്റ്ലിയാണ്. രോമം കൊഴിഞ്ഞു പോകാതിരിക്കാനുള്ള മരുന്നുണ്ട്, പിന്നെ അവന് ഷാമ്പു ഉണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങളൊരു പട്ടീനെ പേടിക്കണതും വളർത്തണതും. ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിള്ളേരുമായിട്ട് നല്ലോണം ഇണങ്ങി പോകുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെ വീടിനകത്ത് നമുക്കിതിനെ വളർത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടുമാണ് നമ്മളിതിനെ വളർത്തുന്നത്. പിന്നെ നമുക്ക് അധികം സ്ഥലമൊന്നും ഇല്ലാത്ത കാരണം നമ്മളിങ്ങനെ ഈ ഇത് തന്നെ നമ്മൾ സെലക്ട് ചെയ്തത്. മക്കൾക്ക് 2 പേർക്ക് സത്യം പറഞ്ഞത് ഒരു ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. ഞങ്ങൾ ചെല്ലുമ്പോൾ വേണം അവർക്ക് അവരൊക്കെ കാണിച്ചു കൊടുക്കാൻ. അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെല്ലുമ്പോൾ ഇനി അവര് ഭയങ്കര സർപ്രൈസ് ആയി പോവും. അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് പട്ടീനെ വാങ്ങണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ പട്ടീനെ അടുത്തതുപോലെ നിൽക്കില്ലാത്ത ഒരാളാണ്. ഇപ്പം ജീവനെ കൊണ്ടുപോയിട്ട് വേണം എനിക്ക് ഒരു പട്ടി ഇടുന്ന് ഇണങ്ങാൻ. ഒരു 50 കിലോ വരുന്ന കാച്ചിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചുകൊണ്ടുണ്ട്. പറിക്കാൻ പറ്റുമെങ്കിൽ പറിച്ചോളാൻ. അപ്പോൾ അത് എന്താ സംഭവം എന്നറിയാൻ പോണേ കേട്ടോ. ഏലക്കാടാണിത്. ഇത് അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് ചോടുന്നു തോന്നുന്നു. നോക്കട്ടെ. നല്ല പയ്യന്മാര് നട്ടഞ്ചിയാണ്. നല്ല പയ്യന്മാര്. എൻ്റെ പൊന്നെ, ഇതാണ് ഈ കാച്ചിലിന്റെ ആള്. പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. ഇത് ശരിയാണ്. ഇവിടെ മൊത്തം കാച്ചിലാണ്. ഇത് മരത്തിന്റെ അടിയിലേക്ക് ഇതൊക്കെ അടിയിലേക്ക് മൊത്തം ഭീകര കാച്ചിലുകളാണ്. അതിന്റെ അടിയിലേക്കൊക്കെ ഉണ്ട്. അത് അല്ല, അത് ചുമ്മാ പുറത്തേക്കൊക്കെ അതങ്ങനെ പിന്നെ പിടിക്കില്ല. അയ്യോടാ, ചുമ്മാ വീഡിയോ എടുക്കും. നമുക്ക് ഫോട്ടോ എടുക്കാറുണ്ടോ കൊറേ കാച്ചിലെടുക്കണത്. ഇത് ഈ കിടക്കണ എല്ലാം കാച്ചിലുകളാണ്. ഇത് അതിന്റെ അടിയിലേക്കൊക്കെ ഉണ്ട് കല്ല്. ഈ മതില് മൊത്തം പൊളിക്കണമെന്നാണ് പറഞ്ഞത്. ഇത് മൊത്തം എടുക്കണമെങ്കിൽ ഇതൊരു ഇങ്ങനത്തെ ഒരു ഇതാണ്. എന്നാ ഇതിന് പറയണേ? കയ്യാല. ഈ കയ്യാല പൊളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ ഇതൊക്കെ കാച്ചില, ഇത് കാച്ചില്, ഇതൊക്കെ കാച്ചില, എല്ലാം കാച്ചില. ഇത് കാച്ചില്, ഇത് കാച്ചില് ഇതുണ്ടോ? അതല്ല പിങ്ക് കാച്ചില്. അത് പറിക്കില്ലേ? ഇത് കാച്ചില്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോണ്ട്? ഞങ്ങൾക്ക് കുറച്ച് മതി. ഇതൊക്കെ നിങ്ങൾക്ക് ഇത് നമ്മള് നാട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഇതില് കുറച്ച് നമുക്ക് പുഴുങ്ങിത്തിന്. അതിന്റെ ഒരെണ്ണം അത് നല്ലതാണ്. പൊന്നോ, ഇത് മതി. ഇത് കാച്ചിലാണോ? ഇത് കാച്ചിലാണോ വെച്ചത്? രണ്ട് കാച്ചിലാണോ? ഇതാണ് കാച്ചില്. എന്റെ പൊന്നെ കാച്ചില്. ഇത് ഒരു 10-15 കിലോ ഉണ്ട്. എന്റെ പൊന്നെ നല്ല തണുപ്പാട്ടോ തന്നെ. എടുത്തു വെക്കാണോ? അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആവശ്യക്കാരും എടുത്ത് നോക്കും ഞങ്ങൾ. ഇത് മുളയ്ക്കാണെന്ന് മുളപ്പിക്കും. ഇത് പഴയതാ. ഇത് വിത്തായിട്ട് വെക്കും. പിന്നെ ഉണ്ട് ഇതുണ്ട്, വേറെ സാധനങ്ങളുണ്ട്. നല്ല ഔഷധങ്ങളുള്ള. ഇനി ഇത് എന്താ ചെയ്യണത്? അത് മൂടിയിടും. നിങ്ങൾക്ക് ഇതോടെ കൊണ്ടുപോക്കോ. വേണ്ട, അതുപോലെ നമുക്ക് ഇത് നല്ലതാണോ? അത് മൂട്ടിയിട്ട് ഒളിപ്പിക്കുകയാണ്. ഇനി അടുത്ത വർഷം അല്ല, ആവശ്യക്കാർ വരുമ്പോ കാച്ചിൽ വേണമെന്നുള്ളവർക്ക് ഇത് പതുക്കെ പൊക്കി എടുത്തുകൊടുക്കും. ഒരു പീസ് ഇത് താഴെ കിടക്കണം. 2 പീസ്. ഇത് വിത്താണോ? അപ്പടി മുള്ളാട്ടെന്ന്. ഇതൊക്കെ വിത്ത്. അതൊക്കെ പറിച്ച് നടും. ഊരാളിച്ചേമ്പാ. ടാറ്റ പറഞ്ഞേ. ഈ മാക്രിയാണെങ്കിൽ അത് അപ്പത്തേനും എടുത്തു. പോട്ടോ. ഇടുക്കി ജില്ലയിലെ വന്നിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സ്ഥലമാണ് ഇത്. അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന്
എന്തോ. അത് എങ്ങനെ സിറ്റി ചെല്ലട്ടെ. നമ്മൾ ഇപ്പോഴാണ് തിരിച്ചു പോകുന്നത്. ഇപ്പൊ സമയം ഒരു 5:15. ഡാബി കിടന്നുറങ്ങാണ്. ഡാബി ഫുഡൊക്കെ കഴിച്ചു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. വെള്ളം എടുത്താണത്. പിന്നെ ഞങ്ങൾ 2 മുറം മേടിച്ചു ഗൈസ്. സൂപ്പർ ഡിസൈനുള്ള സൂപ്പർ മുറം. കഴിഞ്ഞു. ഇപ്പം നമ്മൾ എറണാകുളം ജില്ലയിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നത്. ഇതാണ് നമ്മളെ പാലം. നമ്മൾ കൃത്യം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വണ്ടികളെല്ലാം കൂടുതലാണ്, ഇങ്ങോട്ട് തന്നെ വണ്ടികൾ കുറവാണ്. കേട്ടോ, വൈകുന്നേരത്തെ ഒരു വിഷ്വലാണിത്. അടിപൊളി സീനാണ്. ഇവിടെ നിർത്തി കാണിച്ചു തരാനുള്ളൊരു സെറ്റപ്പ് കൂടില്ല. കാരണം പുറകിലും മുമ്പിലൊക്കെ വണ്ടിയാണ്. ഒരു വണ്ടി പുറകിൽ വണ്ടി. ക്ലാസ്സിൽ തരില്ലേ നമ്മളെന്നും വന്ന കട. നമ്മളെന്നും ഇതിൽ പോകുമ്പോൾ വന്ന് കയറുന്ന കടയാണ് സുഖം. ലൈറ്റൊക്കെ കണ്ടോ? ലൈറ്റൊക്കെ കണ്ടോ? ലൈറ്റൊക്കെ കണ്ടോ? ചപ്പാത്താവും. എത്തിപ്പോയി എത്തിപ്പോയി വീടെത്തിപ്പോയി എത്തിപ്പോയി എത്തിപ്പോയി വീടെത്താറായി. നമ്മൾ വീടെത്താറായിട്ട് കണ്ണൊക്കെ ഉടനെ നമ്മുടെ കണ്ണൊക്കെ വെള്ളം ഇതിലില്ല ഇതിലില്ല. ഓക്കെ ഓക്കെ നമ്മളിത് ഇനി ഇത് കടിക്കുക. ഇത് വയറല്ലേ പള്ളി മൂക്കത്തിനോട് ഇതൊരു പാണ്. അതങ്ങനെ ചേച്ചി ഉണ്ണിന്ന് പറയുമ്പോ ചേച്ചിയുടെ വീടിനകത്തല്ലേ? എൻ്റെ പിന്നെ അതിലെ പോണം. ഇത് പോലെ 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 അതല്ലേ എടുക്കണേ. നമ്മൾ വെക്കാം. ഇച്ചിരി കഴിഞ്ഞ് കഴുകാല്ലേ? പിള്ളേരെന്തേ? കഥക്ക് തുറന്നാടാ, കഥക്ക് തുറന്നാടാ. രണ്ടുപേരും ഓടി വന്നേ. സർപ്രൈസ്. സർപ്രൈസ്. ആനാ ഒന്നോടെ തുള്ളിയടാ, ഒന്നോടെ തുള്ളിയടാ. അങ്ങനെ
സ്വപ്നം കണ്ടതാ. ഇടത്തേക്കാട് വെച്ച് കയറി. അവനെടുക്കണ്ട മോനെ, താഴെ നിർത്ത്. അതിന് പനിയാട്ടോ. ചക്കുട്ടിന് പനിയാണെങ്കിൽ പട്ടിക്കുഞ്ഞിനെ പനി വരും കേട്ടോ. പിന്നെ ഡാൻസിനുണ്ട്. അതന്നെ ഡാൻസ് ഇടുന്ന പിന്നെ അതേരെ ഒരു കുഴപ്പമില്ല. കുത്തിയൊക്കെ ചെയ്യും. ഇവിടെയൊക്കെ മണം പിടിക്കണേ അവൻ. പിടിക്കണേ. ആണോ? കൈ പിടിക്കാനും കടിച്ചടിച്ചോണ്ടല്ലോ. പിള്ളേരൊക്കെ ഭയങ്കര ഇണങ്ങിയ സാധനം. മാറ് റിഗ് പേടിക്കണ്ട. കേറി പോട്ടെ. നമ്മള് ചുറ്റും നടക്കണേ, എന്തിനാണ് കൂട്ടൂടെ നടക്കണേ? കൂട്ടുകാരനെയാ നിങ്ങളായിട്ട്. കണ്ടോ പിള്ളേരുടെ അടുത്ത് നമുക്ക് കളിയുണ്ടോ? കൂട്ടുകാരനെ പേടിക്കണ്ട. അങ്ങനെ ചെയ്യും. എന്നാ കളിയാന്ന് റിഗുവിനൊന്ന് കൂട്ടു കൂട്ടടാ. അത് മണം പിടിക്കണ. ഫോൺ മാറ്റിവെക്ക. എടാ പൂപ്പി ഇങ്ങനത്തെ അല്ലടാ. നമ്മുടെ പൂപ്പി ഇങ്ങനെയല്ലേ ഇരിക്കണേ. ഡാബി. അതിന് കൈ കൊടുക്ക്. കൈ കളയണേ. ക്യൂട്ടല്ലേ ഡാബിക്കുട്ടാ? ഡാബി വാടാ. ഇച്ചിരി കുടിക്കാൻ വെള്ളം തരാമോ? ചായ വേണോ? ഇച്ചിരി എന്തെങ്കിലും ചൂടാക്കി, പച്ചവെള്ളം ചൂടാക്കിയത് ഇരിക്കണ്ടേ? അവനെ ആ ബെൽറ്റ് അഴിച്ചു കളണം മോനെ. ബെൽറ്റ് അഴിച്ചോ? അവന് ഭയങ്കര പാടാ ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ. അതോടെ ഒരുക്കാം. അത് ഇച്ചിരി ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. വണ്ടിയിലൊന്നും വാങ്ങിയിരുന്നു കുടിച്ചില്ല. ഡാബി കുട്ടാ. നമുക്കൊരു അൺബോക്സിംഗ് ഉണ്ട്. അൺബോക്സിംഗ് ഒരു സാധനം വന്നിട്ടുണ്ടല്ലോ. എന്താ നമ്മുടെ കിടക്കയുടെ നമ്മുടെ വെള്ളം കുടിച്ചോ? അത് കടിക്കൊന്നുമില്ല കേട്ടോ റിക്കു. കളിക്കണേ കേട്ടോ. കളിക്കണേന്ന് കടിക്കൊന്നുമില്ല. എല്ലാം പുറത്തിറങ്ങിയെന്ന കളിക്കണയാ. പേടി റിക്കുവിനെ ഓടിക്കട്ടോ.
കളിക്കാനായിട്ട് ഇറക്കോ? കടിക്കാൻ പറ്റിയൊന്നല്ല, പേടിത്തൂറ. അത് ഓടിയൊന്നുമില്ല. അത് നമ്മളടുത്തൊന്നും ഇത്ര നേരമായിട്ട് ഇണങ്ങിയില്ല അല്ലേ? ആ അതേന്നെ ഞാൻ പറഞ്ഞില്ലേ അത്. ഓടരുതിട്ടോ, ഓടരുതിട്ടോ. എന്നാ